അവരുടെ ഒപ്പം BMS-നെയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ BMS ഒരു തൊഴിലാളി സംഘടനയാണോ എന്നുള്ള നിലയിൽ സംശയം തോന്നും. ഈ തൊഴിലാളി സ്നേഹം പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അതിലൊരു അപാകത തോന്നിയില്ല? എന്തുകൊണ്ട് അത് മാറണം എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ തൊഴിലാളി സംഘടന അല്ലെങ്കിൽ ഇവിടെ വന്ന് ഘോരഘോരം വാദിക്കുന്ന തൊഴിലാളി സംഘടനകളടക്കം ഇത് അവൻ്റെ അവകാശമല്ല, ഇതിൽ കൂടുതൽ അവൻ അർഹിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവൻ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടി പറയേണ്ടത് എനിക്ക് തോന്നുന്നു ആ ചോദ്യം പ്രധാനമായിട്ട് വന്നത് ഇവിടെ കെ.എൻ. ഗോപിനാഥനോടും റോണി കെ ബേബിയുമാണ്. ശ്രീ കെ.എൻ. ഗോപിനാഥ് ഇപ്പോൾ പറഞ്ഞു ഈ തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ ലേബർ കോഡിനെതിരെ വലിയ സമരമുഖം തുറക്കുന്നതെന്നാണ്. അതാണോ അതിൻ്റെ ശരിയായ വസ്തുത? ഒന്ന്, ചാനൽ ചർച്ചയുടെ മുമ്പിൽ പുതുതായി അവതരിച്ചിട്ടുള്ള നന്ദുവിനെ പോലൊരു ട്രേഡ് യൂണിയൻ നേതാവായി എന്നെയോ മറ്റ് INTUC നേതാക്കന്മാരെയോ BMS-ന്റെ തന്നെ അഖിലേന്ത്യാ നേതാക്കന്മാരായിട്ടുള്ള ബ്രിജേഷ് ഉപാധ്യായ, സജി നാരായണൻ തുടങ്ങിയിട്ടുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നന്ദുവിനെ പോലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ദീർഘകാലം ഏതാണ്ട് 4 പതിറ്റാണ്ടായി ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നു. ഒന്നത്. രണ്ട്, BMS-ന്റെ നന്ദുവിനെ പോലുള്ള ആളുകൾ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ ചില മീഡിയകൾ മാത്രമല്ല, LNTയുടെ ചെയർമാൻ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതുപോലെ അസോച്ചം, ഇതുപോലുള്ള മുതലാളിമാരുടെ സംഘടനകൾ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടമാണ്, ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ കാണാതിരിക്കുന്നില്ല. അവരുടെ ഒപ്പം BMS-നെയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ BMS ഒരു തൊഴിലാളി സംഘടനയാണോ എന്നുള്ള നിലയിൽ സംശയം തോന്നും. നേരത്തെ സജി നാരായണൻ പ്രസിഡന്റായി 2 ടൈമിൽ ഇരുന്നപ്പോൾ ഈ 4 ലേബർ കോഡുകളെയും നഖശികാന്തം ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി എതിർത്ത സംഘടനയാണ് BMS. രണ്ടാമത് ബ്രിജേഷ് ഉപാധ്യായ ഭാരവാഹിയായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേജ് കോഡിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞു. ബാക്കി സോഷ്യൽ സെക്യൂരിറ്റി കോഡും IR കോഡും കൊള്ളാമെന്ന് പറഞ്ഞു. ബാക്കി 2 കോഡുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ BMS-ന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞത് ഈ 4 കോഡുകളും കൊള്ളാവുന്നതാണ്, ചരിത്രപരമായ നേട്ടമാണെന്ന് പറഞ്ഞു. ഇത് ഓന്തിൻ്റെ നിറം മാറണ പോലെ മാറുകയാണ്. ഇത് തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുകയാണ്. BMS-നകത്ത് അംഗങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ലേബർ രജിസ്ട്രേഷൻ അനുസരിച്ച് ഏറ്റവും വലിയ സംഘടനയാണ് BMS. ഞങ്ങളൊക്കെ 4ാം സ്ഥാനത്താണ്. അതിനെ എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു വസ്തുതാപരമായി വിലയിരുത്തണം എന്ന് പറഞ്ഞു. എന്നോട് ആദ്യത്തെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. വസ്തുതാപരമായിട്ട് വിലയിരുത്താം. എന്താണ് ചരിത്ര നേട്ടം? 4 ലേബർ കോഡുകൾ. എന്താ? വേജ് കോഡ്, മിനിമം വേജസ് ആക്ട്, വേജസ് ആക്ട്, ബോണസ് ആക്ട്, ഇങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് വരുന്ന എല്ലാ നിയമങ്ങളും കൂടി ചേർന്ന് 4-5 നിയമങ്ങൾ ചേർന്ന് കട്ട് ഷോട്ട് ചെയ്ത് അതിനെയെല്ലാം സപ്രസ് ചെയ്ത് ഒരു കോഡാക്കി. നിങ്ങൾ തന്നെ ചോദിച്ചല്ലോ നേരത്തെ, കോമ്പയറിംഗ് എന്നുള്ള നിലയിൽ മാധ്യമപ്രവർത്തകൻ തന്നെ, കൈരളിയുടെ മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിച്ചു, ഇത് എന്താണ് ചരിത്ര നേട്ടം? മിനിമം വേജസ് എന്ന് പറയുന്നത് ഇനി ഉണ്ടാവില്ല, ഫ്ലോർ ലെവൽ വേജസ് ആണ്, അതിൽ താഴെ നിവൃത്തിയില്ല. 202 രൂപയാണ് സ്കിൽഡ് ലേബർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫ്ലോർ ലെവൽ വേജസ്. അതിന് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയും? യൂണിഫോം ആക്കി മാറ്റാൻ കഴിയുമെന്നാണോ? അത് ചരിത്ര നേട്ടമാണോ? അതേപോലെ തന്നെ ഈ ചാനൽ ചർച്ച തുടങ്ങിയപ്പോൾ കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ ചോദിപ്പിച്ച പോലെ 8 മണിക്കൂർ ജോലി എന്നുള്ളത് സ്പ്രെഡ് ഓവർ ടൈം ആക്കി വേണമെങ്കിൽ 12 മണിക്കൂറാക്കാം, ഓവർ ടൈം ഇല്ലാതെ. 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിനോദം എന്നുള്ള അടിസ്ഥാനത്തിൽ തൊഴിൽ സമയ ക്ലിപ്തത അംഗീകരിപ്പിച്ചെടുത്തതൊക്കെ നൂറ്റാണ്ടുകളുടെ വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് റാറ്റിഫൈ ചെയ്ത പ്രധാനപ്പെട്ട നിയമസംഹിതയാണ് റൈറ്റ് ഫോർ അസോസിയേഷൻ, കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത്. IR കോഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രേഡ് യൂണിയനുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുക, തൊഴിലാളികളുടെ കൂട്ടായി വിലപേശാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുക. IR കോഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ 10 തൊഴിലാളി ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാമെന്നുള്ളത് 20 മാറ്റിയിരിക്കുന്നു. പവർ ഉപയോഗിക്കാത്ത കൺസ്യൂമർ ഫെഡ് പോലുള്ള അല്ലെങ്കിൽ സർവീസ് സെക്ടർ, KSRTC, KSEB പോലുള്ള സ്ഥലത്ത്, നമ്മൾ മാനുഫാക്ചറിങ് അല്ലാത്ത സ്ഥലങ്ങളിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള 10 എന്നുള്ളത് ഇനി മുതൽ 40 ആകണം എന്നുള്ളതാണ്. കോൺട്രാക്ട് ലേബർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ 20 ആയിരുന്നു, അത് 50 ആക്കണം എന്നാണ്. അതിനെ ഇന്ത്യയിലാകെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലാകെ എത്ര ചെറുകിട സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ID ആക്ടിൻ്റെ, ഫാക്ടറീസ് ആക്ടിൻ്റെ പെർവ്യൂവിൽ നിന്ന് പോകുന്നത്? ഇനി ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രധാനമായും ഫാക്ടറീസ് ആക്ടാണ്. ആ ഫാക്ടറീസ് ആക്ടിൽ മാധ്യമപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ, അവരുടെ മാനിഷാദ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വേജ് കോഡ് ഉണ്ടാകും. ആ വേജ് കോഡ് പത്രപ്രവർത്തകർക്ക് വേണ്ടിയുള്ള വേജ് ബോർഡ് ഇനി ഉണ്ടാവില്ല. അതെല്ലാം ഇതിനകത്തേക്ക് മാറ്റുകയാണ്. 1975 ഇന്ത്യക്കകത്ത് പാസ്സാക്കിയിട്ടുള്ള ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് ലേബർ ആക്ട്,
അതിനകത്ത് മൈഗ്രൻ്റ് ലേബറെ എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ കോൺട്രാക്ട് ലൈസൻസ് പോരാ, പ്രത്യേക ലൈസൻസ് വേണം. ആ ലൈസൻസിങ് എടുത്തു കാട്ടി കളഞ്ഞു. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഓരോന്നാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, തൊഴിലാളികൾ സമരം ചെയ്താണ് പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അതുപോലെ ESI തുടങ്ങിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റികൾ നേടിയെടുത്തുള്ളത്. അതെല്ലാം യൂണിഫൈഡ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് അതിനകത്തുള്ള മാറ്റങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. PF-ന്റെ കാര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അതുകൊണ്ട് നന്ദു, ഞങ്ങളെല്ലാവരും തയ്യാറാണ് ഇതെല്ലാം ഡിബേറ്റ് ചെയ്യാൻ. ഇതിലെ മുതലാളിമാരുടെ സംഘടനയും BJP നേതാക്കന്മാരും ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുകയാണ്. ഈ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സെന്റർ ടേങ്കടി എന്ന് പറയുന്ന ടേങ്കടി ജി, ദത്താത്രേയ ടേങ്കടി ജി, അദ്ദേഹം BMS-ന്റെ സ്ഥാപക നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്റർ ഇന്നലെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു വൈകുന്നേരം. ഞാൻ അതിനകത്ത് CIT-ന്റെ പ്രതിനിധിയായി പങ്കെടുത്തതാണ്. അവർ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നരേഷൻ കൊടുത്തുകൊണ്ട് എംപ്ലോയർക്കും എംപ്ലോയീസിനും ഉണ്ടാകുന്ന പ്രത്യേക പ്രയോജനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഞാൻ അതിനകത്തെല്ലാം ഖണ്ഡിച്ചു. അവർ പറഞ്ഞത് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, അത് ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ഇതിൻ്റെ പ്രചരണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രചരണത്തിലേക്ക് വന്നതാണെന്നാണ് പറയുന്നത്. ഇനിയും ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. ഏത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തു? 10 പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയ സന്ദർഭത്തിലാണ് കർഷക ഭേദഗതി നിയമവും ഈ ലേബർ കോഡും അവസാനത്തെ ഗവൺമെന്റ് പാസ്സാക്കിയത്. 2 ഘട്ടങ്ങളിലായി 4 പാസ്സാക്കിയത്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡുവാണ്. അദ്ദേഹം അജാനബാഹുവായി കസേരയിലിരുന്നിട്ട് ബഹളം ഉണ്ടാക്കിയ CIT നേതാവ്, അന്നത്തെ ഉപനേതാവായി രാജ്യസഭയിലുള്ള ഇളമരം കരീമാണ്. മിസ്റ്റർ കരീം, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളിതെല്ലാം പാസ്സാക്കും എന്ന് പറഞ്ഞ് ധിക്കാരമാണ് പറഞ്ഞത്. ആകെ ഞങ്ങൾക്കൊരാശ്വാസം. അന്ന് ഇളമരം കരീം മുഖത്ത് നോക്കി ഹോണറബിൾ ചെയർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് ഞങ്ങൾ 4 പേരാണെങ്കിലും ഞാൻ ഒരാളാണെങ്കിലും പല്ലും നഖവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് എതിർക്കും. ഞാൻ വോട്ടിന് ഇടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ശബ്ദ വോട്ടോടുകൂടി ഇത് പാസ്സാക്കണം എന്നുള്ളത് ശരിയായ ജനാധിപത്യ രീതിയുമല്ല, അത് പാർലമെന്ററി ജനാധിപത്യത്തിനെതിരാണെന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം വയ്ക്കുകയും പാർലമെന്റിന് പുറത്ത് കോടിക്കണക്കിന് തൊഴിലാളികളും എല്ലാം ഈ ലേബർ കോഡിനെതിരായി ശബ്ദം ഉയർത്തും, അവർ പണിമുടക്കിലേക്ക് പോകും, പ്രതിഷേധത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി പ്രവർത്തകർ എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടായത്. അപ്പോൾ BMS-ഉം ശക്തമായി ഇതിനെ എതിർത്തിരുന്നതാണ്. ഇപ്പൊ BMS എതിർക്കാത്തത് രാഷ്ട്രീയമായി സംഘപരിവാർ സംഘടന എന്നുള്ളതാണ്. സംഘപരിവാർ സംഘടനയും തീർച്ചയായും